ബാക്ക് ടു ദ ലോസ്റ്റ് ഹിസ്റ്ററി മലയാളം. ഞാൻ സബീഷ് സാത്രി നാരായണൻ. ലോസ്റ്റ് ഹിസ്റ്ററി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചാണ്. അതായത് ഏഞ്ചൽ നമ്പേഴ്സ് എന്താണ് എന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്താണ് ഏഞ്ചൽ നമ്പേഴ്സ്, എങ്ങനെയാണ് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത്, എന്തൊക്കെയാണ് അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥങ്ങൾ, ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്, ഇതൊക്കെ ഞാൻ ഇതിൻ്റെ ഒരു ഇൻട്രോ വീഡിയോയിൽ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി കാണാൻ ശ്രമിക്കണം. അതിനുശേഷം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ ഈ ഏഞ്ചൽ നമ്പേഴ്സ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് സീരീസ് നമ്പർ 1 കുറിച്ചാണ്. അതായത് 1 1 1 1 1 1 1 4 1 5 1 അങ്ങനെ അത്ര നമ്പേഴ്സ് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സീരീസ് നമ്പർ 2, അതായത് 2 2 2 2 4 2 5 2. അങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ ഒരു 2ൻ്റെ ഈ ഒരു പാറ്റേൺ നിങ്ങളുടെ ലൈഫിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ ഹയർ സോഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചം നമ്മളടുത്ത് എന്തോ ഒരു കാര്യം അവതരിപ്പിക്കാനുണ്ട്, അല്ലെങ്കിൽ നമ്മളടുത്ത് എന്തോ ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ അത് ഈ അക്കങ്ങളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തരാം. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 2 എന്ന് പറയുന്ന ഈ 2 എന്ന അക്കത്തിൻ്റെ ഒരു പാറ്റേണിലുള്ള നമ്പേഴ്സ് നിങ്ങൾ സ്ഥിരമായിട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി, അതായത് സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം ഫുൾ സപ്പോർട്ടായിട്ട് ഈ ഏഞ്ചൽസ് നമ്മുടെ തൊട്ടപുറത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് കോമൺ ആയിട്ട് നമ്മളിത് ഈ ഒരു 2 സീരീസിൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ സമൂഹത്തിന് നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നവരുടെ കൺമുമ്പിൽ മാത്രമാണ് ഇത്തരം 2 പാറ്റേൺസിലുള്ള അർത്ഥങ്ങൾ ആകസ്മികമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഈ 2 എന്ന സിംഗിൾ ഡിജിറ്റിൻ്റെ കാര്യം എടുക്കാം. നിങ്ങൾ സ്ഥിരമായിട്ട് 2 എന്ന സിംഗിൾ ഡിജിറ്റ് പലപ്പോഴായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കൃത്യമായ ഒരു പ്ലാനിങ്ങിലും സമയത്തിനുള്ളിലും നിങ്ങളുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു കൂടിച്ചേരലിനുള്ള സമയം, അങ്ങനെയും കൂടി നമുക്ക് ഈ ഒരു 2 പാറ്റേണിൽ അല്ലെങ്കിൽ 2 എന്ന സീരീസിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം 2 എന്ന് പറയുന്നത് 1 + 1 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കൂടിച്ചേരൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലുള്ള ഏതെങ്കിലും വ്യക്തികളാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളാവും, അല്ലെങ്കിൽ നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന എന്തെങ്കിലും ബിസിനസ്സാവും. ഈ കാര്യങ്ങൾക്കെല്ലാം ഉള്ള ഒരു കറക്റ്റ് ടൈമായി എന്ന് പ്രപഞ്ചം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു നമ്പറാണ് 2 എന്ന് പറയുന്നത്. ഇനി നമ്മൾ 2 2 അല്ലെങ്കിൽ 2 എന്ന് പറയുന്ന ആ ഒരു പാറ്റേണിൻ്റെ കാര്യം എടുത്ത് നിങ്ങൾ സ്ഥിരമായിട്ട് ഈ ഒരു 2 എന്നുള്ളൊരു നമ്പറാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, നിങ്ങളുടെ ഫോണിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയിലൂടെ പോകുമ്പോൾ ഏതെങ്കിലും വണ്ടിയുടെ നമ്പർ പ്ലേറ്റിലായിക്കോട്ടെ, അല്ലെങ്കിൽ നോക്കുന്ന ഏതെങ്കിലും ബുക്കിലായിക്കോട്ടെ, ടി വിയിലായിക്കോട്ടെ, സമയമായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുമ്പിൽ ആകസ്മികമായിട്ട് വന്നു പെടുന്ന ആ 2 എന്ന് പറയുന്ന നമ്പർ സ്ഥിരമായിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസിങ് കീപ്പ് ചെയ്യാനുള്ള സമയമായി എന്നാണ് അധികം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബാലൻസിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു സന്തുലനാവസ്ഥ എപ്പോഴും നമ്മുടെ ലൈഫിൽ കൊണ്ടുപോകുന്നത് നമുക്ക് എപ്പോഴും വളരെ നല്ലതാണ്. അതിപ്പോൾ ഈ നമ്പേഴ്സ് കണ്ടു കഴിഞ്ഞാലും ഇല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഒന്ന് ഒരു ബാലൻസ് ചെയ്ത് നമ്മുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ, അത് ഇതിലൊക്കെ വിശ്വസിക്കുന്നവരാണെങ്കിൽ ശരി, അല്ലെങ്കിൽ ശരി, അവരുടെ എല്ലാ ലൈഫിന് അതുകൊണ്ട് ഗുണം മാത്രമേ കിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു 2 2 എന്ന് പറയുന്ന ഈ നമ്പേഴ്സ് കാണുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത് സമാധാനപരമായ തീരുമാനങ്ങൾ, അതായത് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ മാക്സിമം സമാധാനപരമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ കൂടി എടുക്കണം എന്നുള്ളൊരു ആഹ്വാനം കൂടിയാണ് ഈ ഒരു 2 എന്ന് പറയുന്ന ഈ ഒരു സംഖ്യ സ്ഥിരമായിട്ട് നിങ്ങൾ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളെ എന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി 2 എന്നുള്ള സംഖ്യയാണ് നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നത്. അതായത് നമുക്കറിയാം, ചിലപ്പോൾ മൊബൈൽ നോക്കുമ്പോൾ സമയം പറയുന്നത് 2:22 ആയിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബസ്സിൻ്റെ നമ്പർ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 222 ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ബൈക്കിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ അടിക്കുന്ന ബില്ലിൻ്റെ. അങ്ങനെ പല സമയങ്ങളിൽ 222 എന്ന് പറയുന്ന സംഖ്യ സ്ഥിരമായിട്ട് നമ്മുടെ ലൈഫിൽ കയറി ഇറങ്ങി പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് പ്രപഞ്ചത്തിൻ്റെ മറ്റൊരു ആഹ്വാനമാണ്. അതായത് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല പ്രവൃത്തികളും കൂടുതൽ ശ്രദ്ധയോടെ, അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് വീണ്ടും തുടരാനുള്ള ഒരു ആഹ്വാനമാണ് ഈ 222 എന്ന് പറയുന്ന സംഖ്യ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ എന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. അതേപോലെ തന്നെ ഈ ഒരു സീരീസിൽ വരുന്നതാണ്
2 അല്ലെങ്കിൽ 4 രണ്ടുകൾ. അപ്പോൾ 4 രണ്ടുകൾ ഇങ്ങനെ ഒരേ ലെവലിൽ അല്ലെങ്കിൽ ആ ഒരു സീക്വൻസിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള എന്തെങ്കിലും ആശയം അത് നടപ്പിൽ വരുത്താനുള്ള സമയമായി എന്നുള്ളൊരു ആഹ്വാനമാണ് ഈ 222 അല്ലെങ്കിൽ 4-2 എന്ന് പറയുന്ന ഈ ഒരു പാറ്റേണിൽ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. നിങ്ങളുടെ എല്ലാ ലൈഫിൽ പലരുടെ ലൈഫിൽ സംഭവിച്ചു വേണം എന്തെങ്കിലും ഒരു ഐഡിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശയം നമ്മൾ മനസ്സിലിങ്ങനെ നമുക്കായിട്ട് ചിലപ്പോൾ തോന്നും ഇത് എനിക്ക് മാത്രം തോന്നിയ ഒരു ഐഡിയ ആണല്ലോ. അങ്ങനെ ആ ഒരു സംഭവം നമ്മളെ മൈൻഡിൽ ഇങ്ങനെ വെച്ചിരിക്കും. പക്ഷേ നമ്മളത് എക്സിക്യൂട്ട് ചെയ്യില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ മടിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പല സാഹചര്യങ്ങളുടെ പ്രശ്നം കാരണം നമ്മളത് പിന്നേക്ക് വെക്കും. പക്ഷേ പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ഐഡിയ മറ്റൊരാൾ ചെയ്ത് കണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടുകൊണ്ട് കാണുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തുമാത്രം സങ്കടം വരും എന്നുള്ള കാര്യം പലപ്പോഴും എനിക്കത് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നമ്പേഴ്സ് നിങ്ങൾ കാണുകയാണെങ്കിൽ അത്തരം എന്തെങ്കിലും ഐഡിയകൾ നിങ്ങൾ നാളെ ചെയ്യാം അല്ലെങ്കിൽ ഇന്ന ഒരു സംഭവം ഇന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നെല്ലാം തോന്നിയിട്ട് നിങ്ങളുടെ മനസ്സിനകത്ത് രൂപപ്പെടുത്തി വെച്ചിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സമയമായി എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ 222 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ്, ഈ ഒരു 4 ഈ 222 എന്നുള്ള പോയിന്റ് നിങ്ങൾ പരമാവധി മൈൻഡിൽ വെച്ചോ. കാരണം എനിക്കറിയാവുന്ന പലരുടെ ലൈഫിൽ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെന്ത് പറഞ്ഞു കേട്ടാ, ഞാനിങ്ങനെ ഒരു സംഭവം മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ചെയ്ത് പിന്നേക്ക് വെച്ചു. പക്ഷെ പെട്ടെന്ന് എൻ്റെ അതേ ഐഡിയ മറ്റൊരാൾ അവിടെ ചെയ്തതായിട്ട് ഞാൻ കണ്ടു. അത് ഞാൻ ചെയ്യേണ്ട ആ ഒരു സംഭവമായിരുന്നു, പക്ഷെ അത് മറ്റൊരാൾ ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയതെല്ലാം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പ്രപഞ്ചം നിങ്ങൾക്കൊരു വാണിംഗ് ഇല്ലെങ്കിൽ ഒരു ആഹ്വാനം തരികയാണ്. നിങ്ങൾക്ക് നിൻ്റെ മൈൻഡിലുള്ള ആ ഒരു ആശയം നടപ്പിലാക്കാനുള്ള സമയമായി എന്നുള്ള രീതിയിലുള്ളൊരു ആശയം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ 222 എന്ന സീരീസിലുള്ള ഈ നമ്പേഴ്സ് നിങ്ങൾ കാണും. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട, തുടങ്ങിക്കോ. അടുത്ത നമ്പർ 1.5 നമ്പറാണ്. അതായത് 5 രണ്ടുകൾ ഒരേ സീക്വൻസിൽ കാണുന്ന അതായത് 22222. അപ്പോൾ ഈ ഒരു നമ്പർ നിങ്ങൾ ലൈഫിൽ പലപ്പോഴായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ മാസങ്ങളായിട്ടും നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റിസൾട്ട് നിങ്ങളുടെ അടുത്തെത്തിക്കഴിഞ്ഞു. ആ ഒരു റിസൾട്ട് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിക്കോ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ തയ്യാറായിക്കോ എന്നുള്ള പ്രപഞ്ചത്തിൻ്റെ ഒരു ആഹ്വാനമാണ്, ഇല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനാണ് ഈ ഒരു 5-2 നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ 2ൻ്റെ ഈ ഒരു സീരീസ് ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനിയും ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ 2-1, 2-2, 2-3, 2-4 അങ്ങനെയെല്ലാം പറഞ്ഞ് അതിനും ഒരുപാട് മീനിങ്സ് ഉണ്ട്. പക്ഷെ അതെല്ലാം കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലർക്കും അത് ശ്രദ്ധിക്കാനും പറ്റില്ല, വീഡിയോ കാണുന്നവർക്കും ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം വീഡിയോസ് എല്ലാം ഇതിന് ശേഷം ആദ്യം നമ്മൾ ഈ 2-2, 3-3, 4-4 അങ്ങനെ ആ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നിങ്ങളെല്ലാം പറയുകയാണെങ്കിൽ മാത്രം നമുക്ക് ആ രീതിയിലുള്ള ഒരു വീഡിയോ കൂടി ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഏതായാലും ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ 2 എന്ന പാറ്റേണിലുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.